ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചരിത്ര സംഭവങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തിനാണ് പഴയ കഥ പറയുന്നത് എന്ന് ചോദിക്കാം. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ന് വേട്ടയാടുന്നതിൽ പറയുന്നത് പഴയ കഥകളാണ്. ആ കഥകൾ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. ഈ പഴയ കഥ ഒരു വസന്ത തുടങ്ങിയ കഥയാണ്. 1348 മുതൽ 50 വരെ 2 വർഷക്കാലം യൂറോപ്പിലെ സകല ജനങ്ങളിൽ 3-2 പേരെ കൊന്ന ഒരു വസന്തയും. അതിന് ഇപ്പോൾ പറയുന്ന പേര് ബ്ലാക്ക് പ്ലേഗ് എന്നാണ്. അത് ഉണ്ടാക്കിയത് എന്താണെന്ന് ഇന്ന് നമുക്കറിയാം. ഒരു ബാക്ടീരിയ, ഏത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് പോലെ ബാക്ടീരിയ. പക്ഷെ അന്ന് ഈ 1348 ഈ വസന്തം ഉണ്ടായപ്പോൾ അന്ന് യൂറോപ്പിയൻ ഭരിച്ചിരുന്ന മതം ക്രിസ്തുമതമായിരുന്നു. ആ ക്രിസ്തുമതത്തിനിടയിൽ ന്യൂനപക്ഷ മതമായി ജീവിച്ചവരായിരുന്നു യഹൂദർ. അന്ന് ഭൂരിപക്ഷ മതത്തിൽപ്പെട്ടവർ നിരന്തരം പറഞ്ഞ് പ്രകടിപ്പിച്ച് പരസ്യപ്പെടുത്തി നിരന്തരമായി പറയുന്നത് ഈ ബ്ലാക്ക് പ്ലേഗ് ഉണ്ടാകുന്നത് യഹൂദരാണ്. ഫലമായിട്ട് യഹൂദർ എവിടെ കണ്ടാലും പിടിച്ച് കൊല്ലുന്നത് വലിയ വിശുദ്ധമായ കർമ്മമായി ക്രൈസ്തവർ കരുതിയിരുന്നു. യൂറോപ്പിലെ 20% മുസ്ലിങ്ങളും ആ വിലയുള്ളായിട്ട് കൊല്ലപ്പെട്ടു. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന ഒരു വലിയ പട്ടണമാണ്. ആ ജർമ്മനിയിലെ പട്ടണമാണ്. ആ പട്ടണത്തിൽ 1350 19,000 യഹൂദരുണ്ടായിരുന്നു. അവർ 1400 ആയപ്പോൾ 10 ചുരുങ്ങി. എന്താണ് ഇങ്ങനെ ക്രിസ്ത്യാനികൾ യഹൂദരെ വേട്ടയാടാൻ കാരണം? അവർ വസന്തം ഉണ്ടാക്കിയവരായിരുന്നു. ഈ ചോദ്യം അത് ചോദിക്കുന്നത് പല ഓർമ്മ ചോദ്യമായിരുന്നു. ഇത്രമാത്രം വലിയ അവർ ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു. അവർ യേശുവിനെ കൊന്നു എന്നത് മാത്രമല്ല, അത് അവരുടെ എന്തപരാധം കെട്ടിവെക്കാൻ പറ്റിയ ഒരു കാരണവുമായി. എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്ന് കണ്ണു തുറന്ന് നിങ്ങൾ കാണുന്നു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, അയൽക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ജോലിക്കാരനാകുകയും എൻ്റെ അയൽപ്പക്കത്ത് ഒരു ഹിന്ദു എന്നോടൊപ്പം പഠിച്ചത് എന്നെക്കാൾ ബുദ്ധി കുറഞ്ഞവനായിരുന്നു, എന്നെക്കാൾ മെച്ചപ്പെട്ട ശമ്പളം തോന്നുന്നതിനാകുന്നത് എനിക്കൊരു പ്രശ്നമുണ്ടാകുന്നത്. എന്നെ മനസ്സിൽ കഴിയും ഒരു പ്രേരണ. അവനേക്കാൾ ഞാൻ മെഡിക്കലാകും, എനിക്ക് അതിനെ ശമ്പളമില്ല, എൻ്റെ വീട്ടിൽ കാറുമില്ല, അവൻ്റെ വീട്ടിൽ കാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനെ കാറ് പറ്റുന്നത്. അത് എൻ്റെ ആത്മാവിൽ വലിയ സന്തോഷമുണ്ടാകുന്നത്. എനിക്കുള്ള സന്തോഷമുണ്ടായിരുന്നു. അവൻ്റെ കാറിനെ അടച്ചില്ല, കത്തുന്ന അപകടങ്ങളാകാം, പക്ഷെ എന്തുകൊണ്ട് ഹൃദയത്തിൽ സന്തോഷമുണ്ടായി? അതിനാണ് ജലസി എന്ന് പറയുന്നത്. അത് കുടുംബങ്ങൾ തമ്മിൽ മാത്രമല്ല, സമുദായങ്ങൾ തമ്മിൽ ഉണ്ടാകാം. യഹൂദ ക്രിസ്ത്യാനികളെക്കാൾ സമ്പന്നരായി, കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായി, ന്യൂനപക്ഷമായി സ്വാഭാവികം ഉണ്ടാകുന്ന സ്പർദ്ധയുണ്ട്. ഈ സ്പർദ്ധ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവനെങ്കിലും നശിക്കണം എന്നൊരു ആഗ്രഹം. നമ്മൾ യൗവന പ്രേമം കണ്ടുവരുന്നത് ഒരുവരുടെ ഇടയിൽ സ്നേഹിക്കുന്നു, ആ ഹൃദയത്തിന് എല്ലാവരും സ്നേഹിക്കുന്നു, അവർ തന്നെ ശത്രുക്കളാണ്. എന്തിനാണ് ശത്രുക്കളായ ഒരു ഇടയിൽ സ്നേഹിക്കുന്നവരാണ്?
നമ്മൾ പലപ്പോഴും ഒരു വഴികളെ സ്നേഹിക്കുന്നവരാണ്. ആ സമ്പത്താണ്, അധികാരമാണ്, സാമ്പത്തിക പദവികളാണ്, സ്വാധീനങ്ങളാണ്. അതുണ്ടാക്കുന്ന സ്പർദ്ധയുണ്ട്. ആ സ്പർദ്ധ സമുദായങ്ങൾ തമ്മിൽ അകറ്റിയുണ്ടാകും. അതുണ്ടാക്കുന്നതിന് തെളിവാണ് ബ്ലാക്ക്ബെറി. ആ തെളിവ് വീണ്ടും തെളിയിച്ചത് 1941 അത് വാൻസി കോൺഫറൻസ് എന്ന പേരിൽ ജർമ്മനിയിൽ ബെർലിൻ പട്ടണത്തിനടുത്ത ഒരു തടാകത്തിന്റെ കരയുണ്ടായ ഒരു സ്ഥലത്താണ്. ആ കോൺഫറൻസിൽ വെച്ചാണ് ജർമ്മനിയെ സകല യഹൂദരെയും കൊല്ലാൻ നാസികൾ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത കോൺഫറൻസിന്റെ പേരാണ് വാൻസി കോൺഫറൻസ്. അവിടെ വെച്ച് പങ്കെടുത്തവർ ഇല്ല ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും, അവിടെ എല്ലാ സെക്രട്ടറിമാരും, ജോയിന്റ് സെക്രട്ടറിമാരടക്കം 15 ടോപ്പ് ഓഫീഷ്യൽസാണ്. ജർമ്മനിയിലെ ഏറ്റവും രണ്ടാം ലോകമായിട്ട് മുമ്പുള്ള കഥയെ ഏറ്റവും സമൂഹനായ നേതാക്കന്മാരായി. ആ നേതാക്കന്മാർ പങ്കെടുത്ത ഒരാളുടെ കഴിഞ്ഞാൽ റോഡോൾഡ് ഐക്യമാൻ. റോഡോൾഡ് ഐക്യമാനാണ് 60 ലക്ഷം യഹൂദരെ കൊല്ലാൻ ജർമ്മനിയിലെ 28 കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തത്. അയാളാണ് യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ നാസികളെല്ലാവരും പിടിയിലായിരുന്നു ഐക്യമാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഐക്യമാനെ ആരെയും കഴിക്കില്ലായിരുന്നു. ഐക്യമാനെ പിടികൊള്ളുന്നത് ഇസ്രായേലിലെ മൊസാദാണ്, ചാരസംഘടനയാണ്. അർജന്റീനയിൽ വെച്ചാണ്, അർജന്റീനയിലെ നഗരത്തിൽ വെച്ചാണ് അയാൾ അർജന്റീന സർക്കാർ പോലും അറിയാതെ ജെറൂസലേമിൽ കൊണ്ടുവന്ന് വിസ്തരിച്ചത് ചരിത്രമാണ്. 1960 അദ്ദേഹം പിടിക്കപ്പെടുന്നത്, 61 അദ്ദേഹം വിസ്തരിച്ചത്. ആ വിസ്താരത്തിന്റെ കഥ എഴുതിയത് മാന്യനായ യഹൂദ. അവരാണ് അന്ന ആമൻ. അവർ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് എന്ന മാസികയിലെ പത്രപ്രവർത്തകയായി അവരെ പത്രമാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ജെറൂസലേമിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അവരാണ് ആ റിപ്പോർട്ട് എഴുതി പ്രസിദ്ധീകരിച്ചത്. ആ റിപ്പോർട്ടിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ഇംഗ്ലീഷ് വായിക്കുന്നവരുണ്ടെങ്കിൽ വായിക്കണമെന്ന് ഈ കഷ്ടകാലത്ത് അത് വായിക്കേണ്ട പുസ്തകമാണ്. അതിൻ്റെ പേര് ഐക്യമാൻ ഇൻ ജെറൂസലേം. ഈ ഐക്യമാനെ വിസ്തരിക്കുമ്പോൾ വാൻസി കോൺഫറൻസിൽ താങ്കൾ ഉണ്ടായിരിക്കുന്നത് ഐക്യമാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം. ഞാൻ ഉണ്ടായിരുന്നു, ഞാനായിരുന്നു ഒരു സംസ്ഥാനത്തെ അംഗീകാരം, മറ്റെല്ലാവരും എൻ്റെ മുകളിലുള്ളതായിരുന്നു. ആ കോൺഫറൻസിൽ ഒരൊറ്റ ദിവസം നിന്നാവാം ഒരാൾ പോലും, ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും യഹൂദരെ കൊല്ലണമെന്ന തീരുമാനത്തോട് വിരോധിച്ചില്ല, വ്യത്യാസം പറഞ്ഞില്ല. എനിക്കും പറയാൻ കഴിയില്ല. താങ്കൾ എന്തിനാണ് അവരുടെ യഹൂദരെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവന്ന് ദുഃഖമായി കൊണ്ടുവച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് നിയമത്തിന്റെ പേരിലാണ് എന്നെ വിസ്തരിക്കുന്നത്? ഞാൻ രാഷ്ട്രത്തിന്റെ, ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക മാത്രമാണ് എനിക്കുള്ളത്. ഒരു നിയമം ഞാൻ ലംഘിച്ചിട്ടില്ല. ജഡ്ജി ചോദിച്ചു, പ്രിയ സുഹൃത്തെ, യഹൂദരെ കൊല്ലുന്നത് തെറ്റാണെന്ന് താങ്കൾ പറയുന്നു. ഞാൻ വേണ്ടിയില്ല. നിങ്ങൾ ഞാനും ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം തിരിച്ചറിയും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. 2014 ഡൽഹിയിൽ ഒരു സമ്മേളനം നടന്നു. അതിൻ്റെ പേര് വേൾഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഹിന്ദുയിസം, ഹിന്ദു കോൺഗ്രസ് ആയിരുന്നു.
ആ കോൺഗ്രസിലാണ് 5 കോൺഗ്രസ് പ്രഖ്യാപിച്ചവരാണ് 5 മലീഷ്യസ് ഗ്രൂപ്പ്. പരീക്ഷിക്കുന്നതിൻ്റെ പച്ചമലയാളമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്. നിഷ്ഠരായത് 5 എണ്ണമാണ്. 5 ഗ്രൂപ്പ് ഏതാണെന്ന് അറിയണം. 1 മൈക്രോവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. 2 മെറ്റീരിയലിസ്റ്റ് ഭൗതികവാദികൾ. 3 മാർക്സിസ്റ്റുകൾ. 4 മിഷണറിമാർ. 5 മുസ്ലിം തീവ്രവാദികൾ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യമായി ചോദിക്കുന്നത്, ഈ അടുത്ത കാലത്ത് 2 കന്യാസികൾ 3 പെൺപിള്ളേരെ ഒരു ജാർഖണ്ഡിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതിന് പേരിലായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഉണ്ടായത്? ആ റെയിൽവേ സ്റ്റേഷനിൽ 3 പെൺപിള്ളേരെ പ്ലാറ്റ്ഫോമിലിരിക്കുന്നവരെ അവിടെ ടിക്കറ്റ് ചോദിച്ചു, നിങ്ങളുടെ ടിക്കറ്റ് അവിടെ പഠിപ്പിക്കുന്നില്ല. പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകളുണ്ട്, അത് യാത്രയില്ല. അതിനുള്ള ചെയ്ത് ബജറംഗ് ദളിനെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ അദ്ദേഹം ശിക്ഷാമണ്ഡലത്തിൽ പോയില്ലാതെ വേറെ നാടുകളിൽ സന്ദർശിച്ചു. ബജറംഗ് ദൾ നടന്നതൊക്കെ എന്താണെന്ന് ഞാൻ വിശദമായി വിചാരിക്കുന്നു. 2 കുറ്റമാണ് 2 കന്യാസ്ത്രീകളെ ആരംഭിച്ചത്. എന്താണ്? 1 മനുഷ്യക്കടത്ത്, 2 നിർബന്ധിത മതപരിവർത്തനം. ഈ സ്ത്രീകളെ യാതൊന്നും അറിയില്ല, ആരും കണ്ടില്ല. ഇവർ ചെയ്യാൻ പോയിട്ട് ചിന്തിക്കാൻ ചെയ്യാത്ത 2 നിയമ ലംഘനങ്ങളാണ് ചിന്തിച്ചത്. ഞാനൊരു ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കാണ് ഇതുപോലെ വരാൻ കഴിയില്ല? എനിക്ക് വരാം, നിങ്ങൾക്ക് വരാം. ഇവിടെ ഒരൊറ്റയാൾക്കും വരാം. ആരുടെ മേലും ഇതുപോലെ ചുമക്കാം. സ്ത്രീയടയ്ക്കാം. കന്യാസ്ത്രീകളായ ലക്ഷ്യക്കാരികളുണ്ട്. അവർ അടച്ചു, അവർ രക്ഷിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇതെന്താണ്? ഇതൊരു വെറുപ്പാണ്. നമ്മൾ തിരിച്ചറിയണം. There is a strong hate campaign happening in Kerala, in India, universities. ഇതറിയാത്ത ആളുകൾ ഈ ലോകത്തിലല്ല ജീവിക്കുന്നത് എന്ന് പറയുന്നത്. ഈ വെറുപ്പിന്റെ അന്തരീക്ഷം ബോധപൂർവം ചേർന്ന് നാസികളുടെ കാലഘട്ടത്തിലേക്ക് പോലെ എന്ന് തോന്നിക്കുന്നത് പ്രചരിപ്പിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെ ഞാൻ ഭയപ്പെടേണ്ടത്, ആകുലരാകേണ്ടത്, ചിന്തിക്കേണ്ടത്. അതിനാണ് ഈ ഇങ്ങനെയുള്ള യോഗങ്ങൾ പ്രസക്തമാകുന്നത്. ആരെയും പ്രതിപക്ഷം നിർത്താനാണ്, ആരെയും ശത്രുക്കളാക്കാനാണ് എന്ന് പറയുന്നത്. പക്ഷേ ശത്രുക്കളാക്കപ്പെടുമ്പോൾ നിലവിളിക്കാനും അയൽക്കാരോട് പറയാനും അയൽക്കാരുകൾ ഒന്നിച്ചു നിൽക്കാനും നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ രൂക്ഷതയും ഇതിൻ്റെ വ്യാപകമായ മാനങ്ങളും ഒന്നും ഞാൻ നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നേക്കാളും നന്നായി ഈ സമൂഹത്തിൽ ജീവിക്കുകയും ഈ സമൂഹത്തിൽ വ്യാപാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ഭൗതമായ പ്രബുദ്ധമായ സദസ്സുള്ളത് എനിക്ക് നന്നായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഞാൻ ഒരു വിശ്വാസമില്ലാത്തവരല്ല. ഈ കഷ്ടകാലം അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം, അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടത് ഈ രാഷ്ട്രത്തിലെയും ഈ സമൂഹത്തിലെയും നമ്മൾ മാത്രം സ്വയം പ്രശ്നമല്ല, ഈ നാടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുക, ട്രംപ് എന്താ ചെയ്യുന്നത്? വെള്ളക്കാരന്റെ ആഗ്രഹിച്ചു, വെള്ളക്കാരന്റെ ആഗ്രഹിച്ചു. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അമേരിക്ക വെള്ളക്കാരൻ രാജ്യമാണോ? ഈ ചിന്ത എവിടെയാണ് തുടങ്ങുന്നത്? ഈ ചിന്ത എവിടെ തുടങ്ങുന്നു?
ആര്യന്മാരെ മാത്രം പഠിക്കണം എന്ന ചിന്ത നാസിക്ക് കഴിഞ്ഞുണ്ടായില്ല. അത് ഇന്നും ഉണ്ടാകാമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാധിക്കും. അത് ഉണ്ടാകുമ്പോൾ നമ്മൾ ജാഗ്രത വേണം, യാഥാർത്ഥ്യബോധം വേണം. അതുകൊണ്ട് തന്നെ വലിയ പാഠങ്ങൾ പണിയാൻ കൊണ്ട് കഴിയും. എന്റെ പാഠം ഭാഷയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്തുതി പറയുമ്പോൾ അത് പാഠമാണ്. അയൽക്കാരിൽ വീട്ടിലേക്ക് അയൽവീട്ടിൽ ഒരാൾ നിലവിളിക്കുമ്പോൾ ഓടിച്ചെന്നിട്ട് എന്താ പ്രശ്നം ജീവിക്കുന്നത് ഒരു പാലമാണ്. അവിടെ കടക്കാൻ കഴിയണം. ഈ പാലങ്ങൾ പറയേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാലങ്ങൾ തകർക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചു വന്നുകൊണ്ട് ബോധപൂർവ്വം പാലന പണിയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം പണിയാണെന്ന് ഞാൻ പറയുന്നു. ഈ കഥ പറയുന്നത് ഞാനല്ല. 18-ാം നൂറ്റാണ്ട് ജർമ്മനിയിൽ ജീവിച്ച ലെസ്ലിംഗ് എന്ന സാഹിത്യകാരൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്, ഒരു നാടകമാണ്. ആ നാടകത്തിന്റെ പേര് വിവേകിയായ ഞാൻ എന്നാണ്. ഞാൻ വോയിസ് സാഹിത്യത്തിൽ മനോഹരമായ ഒരു നാടകമാണ്. ആ നാടകം രചിക്കപ്പെട്ടിട്ടുള്ളത് ഒരു 3-ാം കുരിശുയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കുരിശുയുദ്ധം എന്ന കഥയിൽ ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്. നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മറക്കരുത്. മറക്കുന്നത് ചരിത്രം ആവർത്തിക്കാൻ അപകടങ്ങളാണ്. അതുകൊണ്ട് കുരിശുയുദ്ധം നമ്മൾ ഓർക്കണം. അപകടകരമായ അവസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ താമസങ്ങൾ കുരിശുയുദ്ധങ്ങളാണ്. എനിക്ക് അപകടം 3-ാം കുരിശുയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ കുരിശുയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സനാതന സുൽത്താനാണ് കുരിശുയുദ്ധത്തെ ഏറ്റുകൊടുക്കുന്നത്. അപ്പോൾ കുരിശുയുദ്ധക്കാരുണ്ട്, സനാതന സുൽത്താനുണ്ട്. ആ സുൽത്താൻ ഒരു ദിവസം അവിടെ അതിന്റെ അയൽപ്പത്തിൽ താമസിക്കുന്ന യഹൂദനായ നാഥാന്റെ വീട്ടിൽ സ്വന്തം കൊട്ടാരത്തിൽ വീട്ടിലിരിക്കുക. നാഥാൻ നല്ല കച്ചവടക്കാരാണ്. നാഥാൻ വിചാരിച്ച യുദ്ധമാണല്ലോ, സുൽത്താന് പണം വേണ്ടിയിരുന്നു. ഒരു പണി കുറച്ച് കരുതിക്കൊണ്ടാണ് നാഥാൻ കൊട്ടാരത്തിലേക്ക് പോയി. സുൽത്താന്റെ കൊട്ടാരം ചെന്നപ്പോൾ സുൽത്താൻ നാഥാനോട് പറയുന്നതായിരുന്നു, പേരൊക്കെ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ തന്നോട് ചോദിക്കണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചു. ചോദിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു. അങ്ങ് ചോദിച്ചോളൂ. നമ്മൾ 3 മതങ്ങൾ, താങ്കളുടെ യഹൂദ മതമാണ്, ഞാൻ മുസ്ലിം മതമാണ്, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. ഈ 3 മതങ്ങളിൽ ഏതാണ് യഥാർത്ഥം? ഞാൻ ഒക്കെയുള്ള സദസ്സിലാണ് ചോദിക്കുന്നത്. നാക്കാൻ മനസ്സിലായ ചോദ്യത്തിന്റെ ഗൗരവവും അതിന്റെ അപകടവും നാക്കാൻ പറഞ്ഞില്ല. ഇവയുള്ള താത്വികമായ ചോദ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അറിയില്ല. ഞാൻ കിഴക്ക് ദേശത്തിന്റെ വീട്ടില് ഒരു മോതിരമുണ്ട്, സ്വർണ്ണ മോതിരം, ഒരു മാതിരം മോതിരം. ആ മോതിരം വീടിന്റെ ഐശ്വര്യത്തിലുണ്ടായി ഈ സ്വകാഴ്ചകളുടെ ആ മോതിരക്കാരനാണ് ഐശ്വര്യത്തിൽ കാരണം. അയാൾക്ക് 3 ആളുകളുണ്ടായിരുന്നു. ആ ജഗന്നാഥനും അയാളുടെ ഭാര്യയുമായി പറയുന്നതിനെ 3 ആളുകളുണ്ട്. അതുകൊണ്ട് അയാൾ പഠിച്ചിരുന്നു. സ്വന്തം മുതലെ കൊടുക്കുന്നത് 3 മുതലുണ്ടായിരുന്നു. 3 മുതലുകൾ വേർതിരിക്കാനാവുന്ന ഒരേ കാര്യങ്ങളായിരുന്നു. അത് 3 ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നേരം വിളിച്ചു. മരണശേഷം മക്കളുടെ തന്നെ വിവാഹമായി. ഏതാണ് അസൽ മോതിരം? അസൽ മാന്ത്രിക മോതിരത്തിൽ നിന്ന് ഏതാണ്? അവർ മധ്യസ്ഥമായി വിളിച്ചു. മധ്യസ്ഥമായ എല്ലാവരുടെ അന്വേഷണവും പരിശോധന നടത്തി പറഞ്ഞു, താങ്കളുടെ പിതാവ് വന്നിട്ടല്ലാതെ ഇതിൽ അസല ഏതാണെന്ന് പറയാനാവില്ല. പിതാവ് വളരെ മറ്റുപോയി. ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ള അസല ഏതായിരിക്കും. ഞാൻ വരികയാണ്.
എല്ലാ മതവും ഒരുപോലെയാണ് പറയാനല്ല ഞാൻ പറഞ്ഞത്. അതിലെല്ലാ മതങ്ങളുടെയുടെ പ്രത്യേകതയുടെ കഴിവുകളൊക്കെയുണ്ട്. പക്ഷേ ഒരു മതവും എല്ലാ മതവും നിങ്ങളെ മനുഷ്യരാണ്. നാടകത്തിന്റെ അവസാനം പറയുന്നത് മാത്രം മനുഷ്യനായാൽ മതി. മനുഷ്യനായാൽ മതി. നമ്മൾ മനുഷ്യരാകാൻ ശ്രമിക്കേണ്ട കാര്യം മതങ്ങൾ ക്രിസ്തുമതമാകട്ടെ, ഹിന്ദുമതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഗുരുക്കളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, എല്ലാവരും ആരാധനകൾ പഠിപ്പിച്ചതുപോലെ മതമേതായാലും ഒരു മതം, ഒരു ജാതി, ഒരു മനുഷ്യനാണ്. മഹത്വമുള്ള മനുഷ്യനാണ്. മഹത്വത്തിന്റെ മനുഷ്യനാണ്. ദാമത്വത്തെ മനുഷ്യനാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട് അവരുടെ മുഖം, ആ മുഖത്തോടുള്ള എൻ്റെ പ്രതികരണമാണ് എന്നെ എന്താക്കുന്നത്. അതാണ് അവരുടെ മുഖത്തോടുള്ള എൻ്റെ പ്രതികരണം. മുഖത്തേക്ക് അയച്ചാൽ അപ്പം ഞാൻ കാവാലികനാണ്. ആ മുഖത്തിന് ആദ്യത്തിൽ കൊടുക്കുക, അപ്പോഴാണ് ഞാൻ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ശാപ്പാട് ഇഷ്ടം പോലെ എനിക്ക് കഴിയും. എൻ്റെ മുമ്പിൽ വിശക്കുവായ പയ്യെ പിള്ളേരുണ്ടെങ്കിൽ ഈ ആഹാരം മാറ്റി വെച്ചിട്ട് അത് മൂന്നാക്കിയിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ പൊക്കം പോകുന്നില്ല, എൻ്റെ ഉന്നതി ഞാൻ പുറത്തോട് മഹത്വമുള്ളതാണ്. ഇതാണ് മനുഷ്യത്വം. പ്രിയപ്പെട്ടവരെ, അവനെന്ന നിലകളിൽ അവൻ ഏത് മതമായാലും മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നതാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിലേക്ക് വളരാൻ നമ്മൾ പഠിക്കണം. അതാണ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അതിഥിദേവോഭവ എന്ന കാര്യങ്ങളിലേക്ക് ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിഥികളായാലും മന്നരാണെന്നും എല്ലാവരും അവരെന്തിനാണെന്ന് ശത്രുവാണെന്ന് കാരണം ഒരു ന്യൂനപക്ഷ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മഹാഭൂരിപക്ഷവും ഈ സാഹോദര്യത്തിന്റെയും ഈ ആധിപത്യത്തിന്റെയും സംസ്കാരങ്ങളെയാണെന്ന് നമ്മൾ തിരിച്ചറിയും. അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്നായിക്കൊണ്ട് ഈ ചെയ്യുന്ന ഈ അസൂയയെ, ഈ സ്പർദ്ധയെ, ഈ വികലമായ കാഴ്ചപ്പാടിനെ, ഈ വെറുതെ അകറ്റാൻ അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ മാത്രം കടമയാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കാൻ വിളിക്കപ്പെട്ട കടമയാണ്. ഇതാണ് ചരിത്രം സൃഷ്ടിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ കുറ്റം പറയുന്ന മക്കളാണ്.